നമസ്കാരം. നമുക്ക് അറിയാവുന്നതുപോലെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ലിവർ ഫങ്ഷൻ ടെസ്റ്റ്. സാധാരണമായിട്ട് ഇക്കാലത്ത് എല്ലാവർക്കും തന്നെ അല്ലേ 30 വയസ്സെങ്കിലും കഴിയുമ്പോഴേക്ക് കൊളസ്ട്രോൾ കൂടുന്നു, ഷുഗർ കൂടുന്നു. ഇതെല്ലാം ഇന്ന് വളരെ സാധാരണമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കഴിഞ്ഞ 1-2 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ സാധാരണമായി ചെയ്യുന്ന ഈ ടെസ്റ്റുകൾ എന്തിനു വേണ്ടിയാണ്, ഇവയിൽ ഉള്ള ഈ ഘടകങ്ങൾ എന്താണ് എന്നെല്ലാം ഞാനിന്ന് പറഞ്ഞു തരാനായിട്ട് ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ധാരാളം പേർക്കുള്ള ഒരു ചോദ്യമാണ്, ഈ SGOT കൂടുന്നു, SGPT കുറയുന്നു, ഇതെന്താണിത്, അതുമല്ലെങ്കിൽ ALT, AST, ഇങ്ങനെ പല വാക്കുകൾ കേട്ട് ആളുകൾ പലപ്പോഴും കൺഫ്യൂസ്ഡ് ആണ്. ഡോക്ടേഴ്സ് ഇത് പ്രിസ്ക്രൈബ് ചെയ്യുന്നു, കുറിപ്പെഴുതുന്നുണ്ട്. അപ്പോൾ ഇതുമായി ടെസ്റ്റിന് പോകുന്നു. പക്ഷേ ഈ ടെസ്റ്റുകൾ, ഇതിലുള്ള ഈ റിസൾട്ടുകൾ എന്താണ് എന്ന് പലപ്പോഴും ആളുകൾക്ക് അറിയില്ല. അപ്പോൾ ആദ്യമായി എന്താണ് ലിവർ അഥവാ നമ്മളുടെ കരൾ എന്നുള്ളത് മനസ്സിലാക്കുക. നമ്മളുടെ കരൾ ഒരു ചെറിയ അവയവമാണ്. 1.5 കിലോ ഭാരമുള്ള ഈ ഒരു അവയവം നമ്മളുടെ ഉദരത്തിൻ്റെ വലതുവശത്ത് പ്രാചീരത്തിന് അഥവാ ഡയഫ്രത്തിന് കീഴെയായിട്ടാണ് ലിവർ സ്ഥിതി ചെയ്യുന്നത്. അതായത് വലത് കിഡ്നിയുടെ, വലത് വൃക്കയുടെ മുകളിലായിട്ട് ഇൻറ്റസ്റ്റൈൻ്റെയും അതുപോലെ തന്നെ നമ്മളുടെ ഇൻറ്റസ്റ്റൈൻസ്, ഇതിൻ്റെയും മുകളിലായിട്ടാണ് ഈ പറഞ്ഞ ലിവർ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇത് ഏകദേശം 1.5 കിലോ, അതായത് 3 പൗണ്ട് മാത്രം ഭാരമുള്ള ഈ അവയവം, പക്ഷേ ശരീരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മൾ പറയും തലച്ചോറാണ് ഏറ്റവും പ്രധാനമെന്ന്, അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു അവയവമാണ് ഈ ലിവറും. അതിൻ്റെ കാരണം എന്താണ്? ലിവർ യഥാർത്ഥത്തിൽ ഇടപെടാത്ത ശാരീരിക പ്രശ്നങ്ങൾ ഒന്നും തന്നെയില്ല. ഒരുമാതിരിപ്പെട്ട എല്ലാ ശാരീരിക പ്രവർത്തനങ്ങളിലും നമ്മളുടെ കരൾ കാര്യമായ പങ്ക് വഹിക്കുന്നുണ്ട്. അഭിഷേക്, ഓക്കെ, ക്യാൻ ഇറ്റ് ബി മനോമിത്രം, ക്യാൻ ഇറ്റ് ബി ഓക്കെ, ദാറ്റ് വി വിൽ ഡിസ്കസ് അറ്റ് എ ലേറ്റർ സ്റ്റേജ്. അഭിഷേക്, ഓക്കെ, ഐ എം ടേക്കിംഗ്, ഓക്കെ, വി വിൽ ഡിസ്കസ് ദീസ് തിങ്സ് അറ്റ് എ ലേറ്റർ സ്റ്റേജ്. ലെറ്റ് മീ കംപ്ലീറ്റ് ദ സെഷൻ. അപ്പോൾ എന്താണ് ഈ കരളിൻ്റെ പ്രവർത്തനങ്ങൾ? കരൾ പ്രധാനമായും നമുക്കറിയാവുന്നതുപോലെ ശരീരത്തിന് അത്യാവശ്യമായ പല സംഗതികളും കരളാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ബൈൽ, നമുക്കറിയാം, ഫാറ്റ് ഡൈജഷന് ഏറ്റവും പ്രധാനപ്പെട്ട ഈ പിത്തരസം, ഇത് ഉൽപ്പാദിപ്പിക്കുന്നത് കരളാണ്. അതുപോലെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫാറ്റിനെ കുറിച്ചെല്ലാം ഡിസ്കസ് ചെയ്തപ്പോൾ, കൊളസ്ട്രോളിനെ കുറിച്ചെല്ലാം ഡിസ്കസ് ചെയ്തപ്പോൾ ഈ ലിവർ പലപ്പോഴും കടന്നു വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ശരീരത്തിൽ കൊളസ്ട്രോൾ ഉൽപ്പാദിപ്പിക്കുന്നതും ഈ ലിവർ തന്നെയാണ്. അതുപോലെ ശരീരത്തിൽ ഗ്ലൂക്കോസ്, ശരീരത്തിൽ നമ്മൾ ഭക്ഷണം കഴിച്ചുണ്ടാകുന്ന ഈ ഗ്ലൂക്കോസ്, ഇത് നമ്മളുടെ ലിവറിൽ തന്നെയാണ് ഗ്ലൈക്കജൻ റിസർവുകളായി സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ധാരാളം പ്രവർത്തനങ്ങൾ, അതേപോലെ അതിനേക്കാളെല്ലാം ഇമ്പോർട്ടൻ്റ് ആയ ചില പ്രവർത്തനങ്ങളുമുണ്ട്. ശരീരത്തിലെ മാലിന്യങ്ങൾ പുറത്തേക്ക് കളയുന്നത്, യഥാർത്ഥത്തിൽ നമ്മൾ ഭക്ഷണമെല്ലാം കഴിച്ച് ഇതിൽ നിന്നുണ്ടാകുന്ന വിഷവസ്തുക്കൾ, അതേപോലെ തന്നെ അമോണിയ അടക്കമുള്ള പ്രോഡക്ട്സ്, ഇവയെ യൂറിയയാക്കി കൺവേർട്ട് ചെയ്ത് ഇത് പുറത്തേക്ക് കളയുന്നതും നമ്മളുടെ ലിവർ തന്നെയാണ്. അതേപോലെ തന്നെയാണ് ബിലിറൂബിൻ, നമ്മളുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് കളയേണ്ട ഈ ഒരു ഘടകത്തിനെ യഥാർത്ഥത്തിൽ ലിവർ പ്രോസസ്സ് ചെയ്ത ശേഷമാണ് നമ്മളുടെ മലത്തിലൂടെ ബിലിറൂബിനെ പുറത്തേക്ക് കളയുന്നത്. അപ്പോൾ ലിവർ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു അവയവം തന്നെയാണ്. അപ്പോൾ എന്താണ് ഈ ലിവർ ടെസ്റ്റ്? സാധാരണഗതിയിൽ ഏതെല്ലാം അവസ്ഥകളിലാണ് ഒരു ഡോക്ടർ നിങ്ങൾക്ക് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്? പ്രധാനമായും ഒന്ന്, നിങ്ങൾക്ക് ഈ പറഞ്ഞ കരൾ സംബന്ധമായ അസുഖങ്ങളുടെ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ലിവർ ടെസ്റ്റ് എഴുതാൻ സാധ്യതയുണ്ട്. എന്താണ് ഈ കരൾ രോഗങ്ങളുടെ സാധാരണമായ ലക്ഷണങ്ങൾ? ഏറ്റവും പ്രധാനം കഠിനമായ ക്ഷീണം, ചിലപ്പോൾ ശരീരഭാരം കുറയാം, അതേപോലെ തന്നെ ശരീരത്തിന് നമുക്ക് ഏവർക്കും അറിയാവുന്ന ജോണ്ടിസ് അല്ലേ, കണ്ണുകളിലും അതുപോലെ തന്നെ സ്കിന്നിനെല്ലാം ഒരു ഡിസ്കളറേഷൻ, ഒരു യെല്ലോയിഷ് ഡിസ്കളറേഷൻ, മഞ്ഞ നിറം വരിക. അതേപോലെ തന്നെ മൂത്രത്തിലും മൂത്രത്തിൻ്റെ കളർ വളരെ ഡാർക്കായിട്ട് പോവുക, മലത്തിൻ്റെ കളറിന് വ്യത്യാസം വരിക, ഇങ്ങനെയുള്ള പല ലക്ഷണങ്ങളും ഉണ്ടാകാം. അതുപോലെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടെല്ലാം ലിവർ ഡിസീസ് പ്രോഗ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിൽ പ്രത്യേകിച്ച് ഉദരഭാഗത്ത് നീർക്കെട്ടുണ്ടാകുന്നു. അതിനെ അസൈറ്റസ് എന്നാണ് പറയുക. അപ്പോൾ ഇങ്ങനെ ധാരാളം ലക്ഷണങ്ങൾ ലിവർ ഡിസീസുമായി, അതുമല്ലെങ്കിൽ കരൾ രോഗങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുണ്ടാകാം. ഇങ്ങനെയുള്ള അവസ്ഥയിൽ പലപ്പോഴും ഡോക്ടേഴ്സ് നിങ്ങളുടെ ലിവർ ഫങ്ഷൻ എന്തുമാത്രം ഭംഗിയായി നടക്കുന്നു എന്നറിയാനാണ് ഈ ഒരു പാനൽ ഓഫ് ടെസ്റ്റുകൾ എഴുതാറുള്ളത്. രണ്ടാമത്തത്, ഇതേപോലെ തന്നെ നിങ്ങൾ ലിവർ ഡിസീസ് വരാൻ സാധ്യതയുള്ള
ആളുകളുടെ കൂട്ടത്തിൽ വരുന്ന ഒരാളാണെങ്കിൽ അപ്പോഴും ലിവർ പാനൽ എഴുതാം, ലിവർ ടെസ്റ്റ് എഴുതാം. എന്താണ് ഈ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ്? അപ്പോൾ എഴുതാനുള്ള സാഹചര്യം ഒന്ന്, ഇപ്പോൾ നമുക്കറിയാം വൈറൽ ആയിട്ടുള്ള ഡിസീസുകൾ പരക്കുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങൾ വൈറസിന് എക്സ്പോസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പലപ്പോഴും ലിവർ പാനൽ ടെസ്റ്റ് എഴുതാറുണ്ട്. അതേപോലെ തന്നെയാണ് നിങ്ങൾക്ക് അമിത മദ്യപാനമുണ്ടെങ്കിൽ ഈ മദ്യപാനവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ കരളിൻ്റെ ആരോഗ്യം തകരാറിലായിട്ടുണ്ടോ എന്നറിയാനായിട്ട് ഈ ടെസ്റ്റ് ചെയ്യുന്നത് സഹായകമാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ബാക്കി പല അസുഖങ്ങളുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഷുഗർ അടക്കമുള്ള ഡയബറ്റിസ് അടക്കമുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അപ്പോഴും ലിവർ ഹെൽത്ത് അഫക്റ്റഡ് ആകാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലും ലിവർ പാനൽ ടെസ്റ്റ് എഴുതാൻ സാധ്യതയുണ്ട്. പിന്നെ മൂന്നാമതുള്ളത്, നിങ്ങൾ ഇപ്പോൾ എന്തെങ്കിലും മരുന്നുകൾ കഴിക്കുന്നുണ്ടെങ്കിൽ ചില മരുന്നുകൾ നിങ്ങളുടെ ശരീരത്തിലെ ലിവർ ഫങ്ഷൻസിനെ തകരാറിലാക്കാം. പ്രത്യേകിച്ച് കൊളസ്ട്രോളിനായിട്ട് നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ചില മരുന്നുകൾ, അതുപോലെ തന്നെ മറ്റു ചില പെയിൻ കില്ലറുകൾ, ഇതെല്ലാം ലിവറിൻ്റെ ആരോഗ്യത്തെ തകരാറിലാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ മരുന്നുകൾ നിങ്ങളുടെ ലിവറിന്, നിങ്ങളുടെ കരളിന് എന്തെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ എന്നറിയാനും ഈ പറഞ്ഞ ടെസ്റ്റ് പലപ്പോഴും എഴുതാറുണ്ട്. അതുപോലെ ലിവറിൻ്റെ, അതുമല്ലെങ്കിൽ കരളിൻ്റെ ആരോഗ്യം മാത്രം നോക്കാനല്ല ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് പലപ്പോഴും എഴുതുന്നത്. ഇതിലെ ചില ഘടകങ്ങൾ നോക്കിയാൽ ബാക്കി ചില രോഗങ്ങളുണ്ടോ, ഉദാഹരണത്തിന് പാൻക്രിയാറ്റൈറ്റിസ്, കിഡ്നി ഫെയിലിയർ, ഇങ്ങനെയുള്ള ലുക്കേമിയ, ഇങ്ങനെയുള്ള പല രോഗങ്ങളുടെയും മനസ്സിലാക്കാൻ ഇതിന് ഒരു അനുബന്ധമായിട്ട് പലപ്പോഴും ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് എഴുതാറുണ്ട്. So let me translate it into English so far what I discussed. So dear friends, we are discussing about liver panel or the liver function test today. So first of all we should know what is liver. Liver is a small organ which is situated in our right abdominal cavity, and it is situated above the right kidney and below the diaphragm, and it weighs only 1.5 kilograms. And even though it is a small organ, it has got multiple functions in our body. It is mainly assisting the production of bile, and it also produces cholesterol in our body, and it regulates so many of our body functions, and it also helps to excrete many of the matters that come as byproducts of our internal metabolism, and liver helps to excrete these byproducts from our body. So liver has got multiple functions in our body. So in which all situations do a doctor prescribe liver function test for you? Mainly it may be if you are showing signs of liver disease. What are the signs of common liver disease? Like you can have fatigue, then weight loss can be there, and there can be also jaundice or yellowish skin and eyes, and also there can be ascites, sometimes fluid collection in the abdomen, and these sort of symptoms if you are exhibiting, then liver panel test may be prescribed. Then in the second situation is like if you are exposed to some elements which can trigger the liver disease in your body, like if you are exposed to viruses in recently if you have exposed yourself to viruses, then the liver panel test may be prescribed. Then also if you are taking certain medications like cholesterol medications, if you are taking, chances are that your liver may be affected. So, and painkillers, some painkillers also can affect your liver. So in order to know whether these medicines or these drugs are causing any side effects, for that also the liver panel test may be prescribed. And also to know whether you are having some other medical conditions like diabetes, then pancreatitis, kidney failure. In such cases also liver panel test will be prescribed. Now ഇനി നമുക്ക് അറിയേണ്ടത്, ഈ പാനലിൽ സാധാരണമായി ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞ് നമ്മൾ ഒരു ലാബിൽ ചെന്ന് കഴിഞ്ഞാൽ സാധാരണമായിട്ട് ഇതിൽ കാണുന്നത് ഒരു 4-5 ഐറ്റംസ് ആണ്. ആദ്യത്തത് ഇതിൽ ALT അഥവാ SGPT എന്ന് പറഞ്ഞ് ഒരു വാക്കുണ്ടാകും. രണ്ടാമത്തത് AST അഥവാ SGOT എന്ന് പറഞ്ഞ ഒരു ഘടകം കാണാം. പിന്നെ ഇതേപോലെ തന്നെ ALP ആൽക്കലൈൻ ഫോസ്ഫേറ്റേസ് എന്ന് പറഞ്ഞ് മറ്റൊരു ഘടകം. അതിനുശേഷം ആൽബുമിൻ എന്ന് പറഞ്ഞൊരു ഘടകത്തിൻ്റെ അളവ് കാണാം. പിന്നെ ഇതേപോലെ തന്നെ അവസാന ഭാഗത്ത് നമുക്ക് ബിലിറൂബിൻ എന്ന് പറയുന്ന ഒരു ഭാഗവും കാണാം. അപ്പോൾ എന്താണ് ഇവ ഓരോന്നും ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് അറിയാൻ ശ്രമിക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇതിൽ ആദ്യം പറഞ്ഞ ALTയും ASTയും, അതായത് SGPTയും SGOTയും നിങ്ങളുടെ ശരീരത്തിൽ
നിങ്ങളുടെ ലിവറിന് എന്തെങ്കിലും തരത്തിലുള്ള ഡാമേജ് അതുമല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതിന് ഒരു പ്രതിക്രിയയായി നമ്മളുടെ ലിവർ സെക്രീറ്റ് ചെയ്യുന്ന എൻസൈംസ് ആണ് SGPTയും SGOTയും അഥവാ ALTയും ASTയും. ഇത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും നമ്മളുടെ ലിവറിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടായാൽ ഇതിൻ്റെ ഭാഗമായി ലിവറിൽ ഉണ്ടാകുന്ന എൻസൈംസ് ആണ്. ഇനി മൂന്നാമത് ഉള്ളത് ALP, ആൽക്കലൈൻ ഫോസ്ഫറ്റേസ്. ഇതെന്താണ്? ആൽക്കലൈൻ ഫോസ്ഫറ്റേസും ഒരു എൻസൈം തന്നെയാണ്. പക്ഷേ ആൽക്കലൈൻ ഫോസ്ഫറ്റേസ് അഥവാ ALP യഥാർത്ഥിപ്പിക്കുന്നത് നിങ്ങളുടെ ശരീരത്തിലെ പ്രത്യേകിച്ച് ബൈൽ ഡക്റ്റ് എന്ന് പറയും, നമ്മളുടെ ഈ പിത്തരസം ഒഴുകുന്ന അതുമല്ലെങ്കിൽ സൂക്ഷിക്കപ്പെടുന്ന ഈ ബൈൽ ഡക്റ്റിന് എന്തെങ്കിലും തരത്തിലുള്ള തകരാറുണ്ടെങ്കിലാണ് സാധാരണ ALP ലെവൽ ഉയർന്ന് കാണുന്നത്. ഇനി നാലാമത്തത് ആൽബുമിനാണ്. ആൽബുമിൻ നമുക്കറിയാവുന്നതുപോലെ നമ്മളുടെ ശരീരത്തിൽ ലിവർ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രോട്ടീനാണ്. ഈ പ്രോട്ടീൻ യഥാർത്ഥത്തിൽ ഡോക്ടർക്ക് നിങ്ങളുടെ ലിവർ വേണ്ട രീതിയിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടോ, പ്രോട്ടീൻ അടക്കമുള്ള സംഗതികളെ ഇത് വേണ്ട രീതിയിൽ പ്രോസസ്സ് ചെയ്യുന്നുണ്ടോ എന്നറിയാനായിട്ട് സഹായിക്കും. അതുകൊണ്ടാണ് ആൽബുമിൻ അപ്പോൾ അതിൻ്റെ നോർമൽ റേഞ്ചിലാണോ എന്ന് നോക്കുന്നത്. ഇനി പിന്നെ വരുന്നത് ബിലിറൂബിനാണ്. ബിലിറൂബിൻ യഥാർത്ഥത്തിൽ നമ്മളുടെ ശരീരത്തിലെ ശ്വേതരക്താണുക്കൾ, ഈ ശ്വേതരക്താണുക്കൾ വിഘടിച്ച് അതിൻ്റെ വേസ്റ്റ് പ്രോഡക്റ്റ് ആയിട്ടുണ്ടാകുന്ന സംഭവമാണ് ബിലിറൂബിൻ. അപ്പോൾ ബിലിറൂബിൻ്റെ അളവ് കൂടി നിൽക്കുന്നതും പലപ്പോഴും ലിവർ ഡിസീസസിൻ്റെയും മറ്റ് ഭാഗമായിട്ടുണ്ടാകാം. അതുകൊണ്ടാണ് ഈ ബിലിറൂബിൻ നമ്മൾ അളവ് നോക്കുന്നത്. വ്യക്തമായല്ലോ? അപ്പോൾ ഇനി ആദ്യത്തെ ഘടകത്തിലേക്ക് വരാം. എന്താണ്? ALT അഥവാ SGPT. ഈ ALTയുടെ അളവ് ഒരു പുരുഷനാണെങ്കിൽ 33 അതുപോലെ സ്ത്രീ ആണെങ്കിൽ 25 ഇതിന് കീഴെയായിട്ട് നിൽക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ ഈ ALT കൂടാനുള്ള സാഹചര്യങ്ങൾ നേരത്തെ പറഞ്ഞതെല്ലാം തന്നെ, പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഡയബറ്റിസ് ഉണ്ടെങ്കിൽ, അതേപോലെ തന്നെ ലിവർ ഡിസീസസ് ഉണ്ടെങ്കിൽ, അതേപോലെ നിങ്ങൾക്ക് അമിതവണ്ണം ഉണ്ടെങ്കിൽ, ഇങ്ങനെ പല സാഹചര്യങ്ങളിൽ നിങ്ങളിപ്പോൾ ഈ ശരീരത്തിൽ ലിവർ ഡാമേജ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള മരുന്നുകൾ കഴിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒരു ആൽക്കഹോളിക് ആണെങ്കിൽ, സ്ഥിരമായിട്ട് മദ്യപിക്കുന്ന ആളാണെങ്കിൽ, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെല്ലാം ALT ശരീരത്തിൽ ഉയരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ALT കൂടി നിന്നാൽ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? പ്രധാനമായും ഭക്ഷണത്തിൽ നല്ല രീതിയിലുള്ള മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുക. നമ്മൾ ഫാറ്റി ലിവറും അതുപോലെ തന്നെ അമിതമായ വണ്ണത്തിനെ കുറിച്ചുമെല്ലാം ഇതിനു മുന്നേ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുള്ളതാണ്. ആരോഗ്യകരമായ കൊഴുപ്പുകൾ കഴിക്കുക, അനാവശ്യമായ കൊഴുപ്പുകൾ പ്രത്യേകിച്ച് ട്രാൻസ് ഫാറ്റി ആസിഡ്സും സാച്ചുറേറ്റഡ് ഫാറ്റ്സും അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിയാവുന്നത്ര ഒഴിവാക്കുക. കൂടുതൽ പഴവർഗ്ഗങ്ങൾ, പച്ചിലവർഗ്ഗങ്ങൾ ഇവയെല്ലാം ഉൾപ്പെടുത്തുക. പ്രത്യേകിച്ച് നമുക്ക് അറിയാവുന്ന സ്പിനാച്ച്, അതുപോലെ ശതാവരി, ഇതിനെല്ലാം നല്ല രീതിയിൽ ഈ പറഞ്ഞ പോലെ നമ്മളുടെ ALT ഇൻക്രീസ് ആയിട്ടുണ്ടെങ്കിൽ അതിനെ കുറയ്ക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ പച്ചിലവർഗ്ഗങ്ങൾ കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അതുപോലെ ഏത്തപ്പഴം പോലെയുള്ള സംഗതികൾ നിങ്ങൾക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. ഇതെല്ലാം ചെയ്യുന്നത് തീർച്ചയായിട്ടും ALTയെ പിടിച്ചു നിർത്താനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ ഫോളേറ്റും ഫോളിക് ആസിഡും അടങ്ങിയ ഭക്ഷണം കൂടുതലായിട്ട് കഴിക്കുക. അതായത് ഇതിൽ ഫോളേറ്റും ഫോളിക് ആസിഡും തമ്മിലൊരു വ്യത്യാസമുണ്ട്. ഫോളേറ്റ് നാച്ചുറലായിട്ട് നമ്മളുടെ ഭക്ഷണത്തിൽ ഉണ്ടാകുന്ന ഒരു എന്താണ് പറയേണ്ടത്, പോഷകമാണ്. അപ്പോൾ ഈ ഫോളേറ്റ് സാധാരണഗതിയിൽ കൂടുതലായിട്ട് പച്ചിലവർഗ്ഗങ്ങളിൽ ആണ് കാണുന്നത്. സ്പിനാച്ചിൽ നന്നായിട്ടുണ്ട്, അസ്പരാഗസിൽ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ശതാവരിയിലെല്ലാം ഫോളേറ്റ് നന്നായിട്ടുണ്ട്. ഫോളിക് ആസിഡ് പക്ഷേ സിന്തറ്റിക് ആയിട്ട് ഉണ്ടാക്കുന്ന ഘടകമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു അളവ് പറയുന്നത് 0.8 mg മാത്രമാണ് ഒരു ദിവസം നിങ്ങൾക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ ഇത് സാധാരണഗതിയിൽ നല്ല രീതിയിൽ ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ തന്നെ ഈ ഫോളിക് ആസിഡോ അല്ലെങ്കിൽ ഫോളേറ്റോ നിങ്ങളുടെ ശരീരത്തിലേക്ക് സ്വാംശീകരിക്കപ്പെടുന്നതാണ്. അപ്പോൾ കൊഴുപ്പടങ്ങിയ ഭക്ഷണം കഴിയാവുന്നത്ര ഒഴിവാക്കുക. മദ്യപാനവും പുകവലിയും അതേപോലെയുള്ള ദുശീലങ്ങൾ ഒഴിവാക്കുക. പിന്നെ ഞാൻ ഇതിനു മുന്നേ കരളിൻ്റെ ആരോഗ്യത്തിനെ കുറിച്ച്, ഫാറ്റി ലിവറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അന്ന് കേട്ടിട്ടുള്ളവർക്ക് ഓർമ്മയുണ്ടാകും. കാപ്പി കുടിക്കുന്നത് പൊതുവെ ലിവറിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ് എന്ന് പഠനങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ബാക്കിയുള്ള ആരോഗ്യ കണ്ടീഷൻസും കൂടെ നോക്കിയിട്ട്, പ്രത്യേകിച്ച് അസിഡിറ്റി എല്ലാം ഉള്ളവർ, ഉറക്കക്കുറവുള്ളവർ, ഇവരെല്ലാം കാപ്പി കൂടുതൽ കുടിച്ചാൽ പ്രശ്നത്തിലാകും. അതുകൊണ്ട് നിങ്ങളുടെ നിലവിലുള്ള ആരോഗ്യസ്ഥിതിക്ക് കോഫി അതുമല്ലെങ്കിൽ കാപ്പി നല്ലതാണോ എന്ന് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഡോക്ടറോട് ഒരു അഭിപ്രായം തേടിയിട്ട്, ലിവർ ഡിസീസ് ഉണ്ടെങ്കിൽ അതുമല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ ALT നിങ്ങളുടെ ശരീരത്തിൽ കൂടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോഫി ഒരു 3-4 കപ്പ് കോഫി ഒരു ദിവസം കുടിക്കാമെന്നാണ് പഠനങ്ങൾ കാണിച്ചിട്ടുള്ളത്.
ഇനി അപ്പോൾ ALTയുടെ കാര്യം നമുക്കിനി മാറ്റി വെക്കാം. ഇനി അടുത്തത് നമ്മൾ വരുന്നത് ASTയിലേക്കാണ്. എന്താണ് ഈ AST? ഇതിൽ അതായത് നമ്മൾ സാധാരണമായി പറയുന്ന SGOT എന്ന് പറയുന്ന ഈ ഒരു ഘടകം, ഇത് നമ്മളുടെ ശരീരത്തിൽ ലിവറിൽ മാത്രം ഉണ്ടാകുന്ന ഒരു എൻസൈം അല്ല. ഇത് ബ്രെയിനിലുണ്ടാകാം, അതുപോലെ നമ്മളുടെ ബാക്കിയുള്ള അവയവങ്ങളിൽ, കിഡ്നികളിൽ എല്ലാം ഈ പറഞ്ഞ എൻസൈം ഉണ്ട്, ഹാർട്ടിലുണ്ട്. അപ്പോൾ ഈ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പലരും പറയാറുണ്ട് എൻ്റെ ALT ലെവല് കുറഞ്ഞിട്ടുണ്ട്, എൻ്റെ AST ലെവൽ കുറഞ്ഞിട്ടുണ്ട് എന്നെല്ലാം പറയാറുണ്ട്. പക്ഷേ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, നിങ്ങളുടെ ALT കുറഞ്ഞിരിക്കുന്നു, അതായത് SGPT കുറഞ്ഞിരിക്കുന്നു, SGOT കൂടി നിൽക്കുന്നു. ഇങ്ങനെ വരുമ്പോൾ പലരും ചോദിക്കാറുണ്ട് ഇതെന്താണ് ഇങ്ങനെ? അതിന് ഒരത്ഭുതവും വേണ്ട. കാരണം ഇത് മനസ്സിലാക്കുക, നിങ്ങളുടെ SGOT ലെവൽ SGPT ലെവലിനേക്കാളും അഥവാ ഈ പറഞ്ഞ AST ലെവൽ ALT ലെവലിനേക്കാളും കൂടി നിൽക്കുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം ഒന്ന് മാത്രം, നിങ്ങൾക്ക് ഹൃദയ സംബന്ധമായ അസുഖങ്ങളോ അതുമല്ലെങ്കിൽ മസിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില രോഗങ്ങളോ ആണ് ഉണ്ടായിരിക്കാനുള്ള സാധ്യത. അതുപോലെ തന്നെ ഈ പറഞ്ഞ AST ഇതിൻ്റെ 5 ഇരട്ടി, നമ്മൾക്കറിയാം ഇപ്പോൾ ഇതിൻ്റെ സാധാരണമായ അളവ് 40, ഈ 40 എന്ന അളവുകോലിൻ്റെ അപ്പുറത്തേക്ക് അതിൻ്റെ 5 ഇരട്ടിയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഇത് ഹെപ്പാറ്റൈറ്റിസ് B, C തുടങ്ങിയ രോഗങ്ങളുടെ ഒരു ലക്ഷണമായേക്കാം. ഇനി അത് തന്നെ കുറച്ചുകൂടി, അതായത് 5 മുതൽ 15 ഇരട്ടി വരെയാണെങ്കിൽ ഇത് കടുത്ത വൈറൽ ഹെപ്പാറ്റൈറ്റിസിൻ്റെ ലക്ഷണങ്ങളായേക്കാം. ഇനി ഇത് 15 ഇരട്ടിക്കും മുകളിലാണെങ്കിൽ ഇത് ഷോക്ക് ലിവർ എന്ന് പറയുന്ന ഒരു അവസ്ഥ, അതായത് ലിവറിലേക്കുള്ള ബ്ലഡ് സപ്ലൈ എല്ലാം വളരെ കുറഞ്ഞിരിക്കുന്ന അവസ്ഥയാണ് നിങ്ങൾക്ക് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ASTയും ALTയും അഥവാ SGPTയും SGOTയും തമ്മിലുള്ള അനുപാതവും ആരോഗ്യത്തിൻ്റെ വലിയൊരു അളവുകോലാണ്. അതുകൊണ്ടാണ് ഡോക്ടർമാർ ഇത് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ ഘടകം ഞാൻ പറഞ്ഞ ആൽക്കലൈൻ ഫോസ്ഫേറ്റേസ് ALP എന്ന് പറയുന്ന ഘടകം, ഇത് 120 ആണ് ഈ ഒരു എൻസൈം നമ്മളുടെ ശരീരത്തിൽ കാണേണ്ടത്. ഇത് നമ്മളുടെ എല്ലുകളിൽ പലപ്പോഴും കാണാം, ലിവറിൽ മാത്രമല്ല എല്ലുകളിലും ഇതുണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അളവുകോൽ, ഈ ഒരു അളവുകോലിൻ്റെ പ്രാധാന്യം, ഇത് ലിവറിലെ ബൈൽ ഡക്റ്റുകൾ നന്നായി പ്രവർത്തിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരളവുകോലാണ്. അപ്പോൾ നിങ്ങളുടെ ബൈൽ ഡക്റ്റുകൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ, അവയ്ക്ക് എന്തെങ്കിലും തടസ്സങ്ങൾ, സിറോസിസ് അടക്കമുള്ള പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സൂചികയാണ് ഈ പറഞ്ഞ ആൽക്കലൈൻ ഫോസ്ഫേറ്റേസ് എന്ന ഘടകം. ഇത് 120ൻ്റെ ഉള്ളിലായിരിക്കണം ഇത് നിൽക്കുന്നത്. ഇത് കൂടാതെ വൈറ്റമിൻ D ഡെഫിഷ്യൻസിയുമായും മറ്റും ബന്ധപ്പെട്ടുണ്ടാകുന്ന പല രോഗങ്ങളുടെയും ഒരു അളവുകോൽ കൂടിയാണ് ഈ ALP എന്ന് പറയുന്ന ഘടകം. നാലാമത്തത് ആൽബുമിൻ. എന്താണ് ആൽബുമിൻ? ആൽബുമിൻ നമ്മളുടെ ലിവർ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ഒരു പ്രോട്ടീനാണ്. ഈ പ്രോട്ടീനും പല പ്രവർത്തനങ്ങൾക്ക് വളരെ അത്യന്താപേക്ഷിതമാണ്. ഇത് കുറഞ്ഞിരിക്കുന്നുവെങ്കിൽ, ആൽബുമിൻ കുറഞ്ഞിരിക്കുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ കരൾ വേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്നില്ല എന്ന് തന്നെയാണ്. ഇത് കൂടാതെ, ഇത് ലിവർ ഡിസീസ് കൂടാതെ ചിലപ്പോൾ കിഡ്നി രോഗങ്ങളുടെയോ അതുപോലെയുള്ള മറ്റ് പല അസുഖങ്ങളുടെയും സൂചികയായിട്ടും ആൽബുമിൻ പ്രൊഡക്ഷൻ ശരീരത്തിൽ കുറയാം. അപ്പോൾ ഇതിൻ്റെ അളവ് 3.4 മുതൽ 5.4 വരെയാണ്. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മളുടെ ആൽബുമിൻ സെക്രേഷൻ, അതുമല്ലെങ്കിൽ ആൽബുമിൻ പ്രൊഡക്ഷൻ ശരീരത്തിൽ നിൽക്കേണ്ടത്. ഇനി അവസാനത്തത് എന്താണ്? ബിലിറൂബിൻ. ഞാൻ നേരത്തെ പറഞ്ഞ ഈ ബിലിറൂബിൻ നമ്മളുടെ ശരീരത്തിൽ റെഡ് ബ്ലഡ് കോർപ്പസിൽസ് അഥവാ ചുവന്ന രക്താണുക്കൾ ഇവ വിഘടിച്ചുണ്ടാകുന്ന വേസ്റ്റ് പ്രോഡക്റ്റാണ് ഈ പറഞ്ഞ ബിലിറൂബിൻ. അപ്പോൾ ഈ ബിലിറൂബിനെ യഥാർത്ഥത്തിൽ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് തള്ളുന്നത് ലിവറാണ്. അപ്പോൾ ഈ ബിലിറൂബിൻ്റെ അളവ് കൂടി നിന്നാൽ എന്താണ് അതിൻ്റെ അർത്ഥം? ഈ ഒരു എക്സ്ക്രീഷൻ അഥവാ ലിവർ വേണ്ട രീതിയിൽ, നമ്മളുടെ കരൾ വേണ്ട രീതിയിൽ ശരീരത്തിൽ നിന്ന് മാലിന്യങ്ങളെ നീക്കം ചെയ്യുന്നില്ല എന്ന് ഡോക്ടേഴ്സിന് മനസ്സിലാകാനായിട്ട് ഈ ഒരു അളവുകോലും നമ്മളെ സഹായിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മളുടെ സാധാരണമായി ലിവർ ഫങ്ഷൻ ടെസ്റ്റ് എന്ന രീതിയിൽ നമ്മൾ എടുക്കുന്ന 5 ടെസ്റ്റുകൾ: ALT, AST, അതുപോലെ ALP, അതുപോലെ ആൽബുമിൻ, അതുപോലെ ബിലിറൂബിൻ. അപ്പോൾ ഈ 5 കാര്യങ്ങളും ഇതിൻ്റെയും പ്രാധാന്യം വ്യക്തമായി എന്ന് വിശ്വസിക്കുന്നു. So let me translate now. We were discussing how these the 5 parameters in liver function test plays an important role in identifying diseases. First of all, we should understand that ALT and AST, if you go through the panel, you can see 5 headings. One will be ALT or SGPT, then AST or SGOT, then ALP. Then finally you can see albumin,
and last you will see bilirubin. And you should understand that ALT and AST, or they are also called SGOT, SGPT and SGOT. So these two things are enzymes secreted by liver when a damage to the tissues of the liver occurs. Okay, and it can also be produced as part of some other disease process. But ALP, alkaline phosphatase, is an enzyme which is very much related to the health of your bile duct. So if any blockages in your bile duct, if your bile duct is not functioning properly, it can be understood from the ALP panel. And the fourth one is the albumin. Albumin, its level should be between 3.4 to 5.4. And in case the albumin should be produced by liver if it is in optimal health, and if the albumin level is decreased, then it shows that your liver is not functioning properly. And the fifth one is bilirubin. Bilirubin is actually a byproduct of after processing the red blood corpuscles. And in case the bilirubin, it has to be excreted from our body through the feces, and if it is not being excreted, it will increase in your blood, and of course that shows that your liver is not properly handling the waste products in your body. So this is why these 5 tests are getting importance. And let me discuss each one now. ALT. The ALT or SGPT. This ALT or SGPT can increase in many situations, especially if you are having viral hepatitis, that sort of conditions, and many other liver diseases. In such cases, ALT will be increased. And also, if you are an alcoholic and if you are having some other diseases like diabetes and kidney failure, then also ALT levels may be increased. And the level of ALT should be ALT or SGPT. It is also called SGPT, and the ALT level should be 33 for male, and for female it should be 25. And the next one is the AST or SGOT. And SGOT, it is not only seen in liver, it can be also seen in our brain, in our kidneys, and many other organs. And in case, and the limit, it should be within 40. 40 is the proper ideal limit of this SGOT or AST. And in case, and in many times we are saying an increased level of AST when compared to ALT, or the SGOT levels are more than SGPT, means don't be happy. It shows that you are having chances of some other disease related to heart or muscles. That's why your AST levels are increased more than the ALT levels. So in that case also you should be very careful. And the third one in the panel is the ALP or alkaline phosphatase, and it is found in bones as well as liver. And ALP usually shows whether your bile duct is functioning properly, and the level should be within 120. That is the optimal limit, and it should be within 120. And it also shows whether your bone health is in a good state, and especially in rickets and all, this ALP levels may be altered. And the fourth one is the albumin. Albumin should be in the range of 3.4 to 5.4, and albumin has to be produced by the liver if it is functioning properly, and a reduced level shows that you may be having some liver disease, otherwise some kidney disease, or else some other diseases which decreases the albumin production in the body. And the fifth one is the bilirubin. The bilirubin level should be between 0.3 to 1.2. And if the bilirubin, it is a byproduct of after breaking down the RBCs, and if the bilirubin levels are increased, it shows that the liver is not doing its excretory functions properly. So you should be careful in such situations as well. So hope now everything is clear about the liver panel, the liver function test. And now let us go to the meditation practice. അപ്പോൾ നമുക്ക് ഇനി മെഡിറ്റേഷൻ്റെ പ്രാക്ടീസിലേക്ക് കിടക്കാം, പ്രാണായാമങ്ങളുടെ പ്രാക്ടീസിലേക്ക് കിടക്കാം. എല്ലാവർക്കും ലിവർ പാനലും അതിൻ്റെ ലിവർ ഫങ്ഷൻ ടെസ്റ്റിൻ്റെയും എല്ലാം എന്താണ് അതെല്ലാം ചെയ്യുന്നതിൻ്റെ പ്രാധാന്യം എന്നുള്ളത് വ്യക്തമായി എന്ന് വിശ്വസിക്കുന്നു. So keep your eyes closed.
കണ്ണുകൾ അടയ്ക്കുക. സ്വിച്ച് ഓഫ് യുവർ മൊബൈൽസ് and other electronic gadgets near to you. If you are sitting with your family, try to keep proper social distance. Sit straight, eyes closed, one palm over the other palm, head straight, spine straight. Now start observing your breath. പതുക്കെ നിങ്ങളുടെ ശ്വാസോച്ഛ്വാസം മനസ്സിൽ വീക്ഷിക്കുക. Visualize the process of breathing happening in your body. Feel the complete pathway of breathing. ശ്വസനത്തിൻ്റെ പൂർണ്ണമായ വഴിത്താരകൾ മനസ്സിൽ വീക്ഷിക്കുക. ഇനി മെല്ലെ ഉദരശ്വസനത്തിന് ഗെറ്റ് റെഡി ഫോർ ദ അബ്ഡോമിനൽ ബ്രീത്തിങ്. ഉദരശ്വസനത്തിന് തയ്യാറെടുക്കുക. വലത് കൈപ്പത്തി ഉദരഭിത്തിക്ക് മുകളിൽ വയ്ക്കുക. ഇടത് കൈപ്പത്തി നെഞ്ചിന് മുകളിലും പ്രതിഷ്ഠിച്ച് ഇനി ശ്വാസമുള്ളിലേക്കെടുക്കവേ ഉദരഭാഗം മുകളിലേക്ക് വീഴുന്നതും ശ്വാസം പുറത്തേക്ക് വിടവേ താഴേക്ക് വരുന്നതും അനുഭവിച്ചറിയുക. As you breathe in, visualize the abdominal wall coming up. As you breathe out, it's slowly coming down. Let us start. In, 2, 3, 4. Yes, 2, 3, 4. 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 Now slowly keep both the palms over the chest. നെഞ്ചിന് മുകളിലായി രണ്ട് കൈപ്പത്തികളും പ്രതിഷ്ഠിക്കുക. Now as you breathe in, feel the chest cavity expanding. As you breathe out, it is contracting. ശ്വാസം ഉള്ളിലേക്ക് എടുക്കവേ നെഞ്ച് വികസിക്കുന്നതും ശ്വാസം പുറത്തേക്ക് വിടവേ ചുരുങ്ങുന്നതും അനുഭവിച്ചറിഞ്ഞുകൊണ്ട് let us practice chest breathing. In, 2, 3, 4. Yes, 2, 3, 4. 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 Slowly keep both the palms over the shoulders. Let us start the shoulder breathing. As you breathe in, the shoulders are raising. As you breathe out, it is slowly coming down. ശ്വസനത്തിനനുസരിച്ച് തോൾ ഭാഗം ഉയരുന്നതും താഴേക്ക് വരുന്നതും അനുഭവിച്ചിട്ടുണ്ട്. Let us start. In, 2, 3, 4. Yes, 2, 3, 4. In, 2, 3, 4. Yes, 2, 3, 4. In, 2, 3, 4. Yes, 2, 3,
4. In, 2, 3, 4. Yes, 2, 3, 4. Slowly bring the hands down, one palm over the other palm. കൈകൾ താഴേക്ക് കൊണ്ടുവന്ന് let us go for the full yogic breathing. പൂർണ്ണ യോഗിക ശ്വസനം. Visualize the changes happening to the abdomen, chest and shoulders together as you breathe and out. Let us start. In, 2, 3, 4. Yes, 2, 3, 4. 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 Slowly bring breathing back to normal stage. ശ്വസനം സാധാരണഗതിയിലാക്കി. നാം ഇതുവരെ ചെയ്ത അഭ്യാസങ്ങൾ മനസ്സിനും ശരീരത്തിനും വരുത്തിയിരിക്കുന്ന മാറ്റങ്ങൾ അനുഭവിച്ചറിയുക. Feel the beautiful changes all over the body and mind following the practices of pranayams. Keep a beautiful smile on your face. മുഖത്ത് മനോഹരമായൊരു പുഞ്ചിരി വിരിയട്ടെ. Keep yourself relaxed. Let the body and mind be calm and relaxed. മനസ്സും ശരീരവും ശാന്തമായിരിക്കട്ടെ. Now, let us practice the techniques with sound vibrations. That is, in abdominal breathing, after inhalation, instead of exhalation, we will produce the sound ah. And in chest breathing, instead of exhalation, it will be the sound oo. And in the shoulder breathing, it will be the sound And for the full yogic breathing, it will be the combination of ah, oo, Let us start now. One palm over the other palm. Now, slowly keep right palm over the abdomen, above the navel, left palm over the chest, abdominal breathing with Akara. In, 2, 3, 4. In, 2, 3, 4. In, 2, 3, 4. In, 2, 3, 4. Now, slowly keep both the palms over the chest. Let us practice the chest breathing with Ukara. In, 2, 3, 4. In, 2, 3, 4. In, 2, 3, 4. In, 2, 3, 4.
Now, keep both the palms over the shoulders. Let us practice the shoulder breathing with Makara. In, 2, 3, 4. In, 2, 3, 4. In, 2, 3, 4. In, 2, 3, 4. Slowly bring the hands down. Keep one palm over the other palm. Go for the full yogic breathing. Instead of exhalation, combine the sounds A, U, together. In, 2, 3, 4. A, In, 2, 3, 4. 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 Slowly bring the breathing back to normal stage. ശ്വസനം സാധാരണഗതിയിലാക്കി മനസ്സിനും ശരീരത്തിനും കൈവന്നിരിക്കുന്ന സുഖകരങ്ങളായ മാറ്റങ്ങൾ അനുഭവിച്ചറിഞ്ഞുകൊണ്ട് നിലകൊള്ളുക. Feel the beautiful relaxation all over the body and mind, following the sound, vibrating practice. Keep a beautiful smile on your face. മുഖത്ത് മനോഹരമായൊരു പുഞ്ചിരി വിരിയട്ടെ. Enjoy the silence. Now, let us go for the step ladder breathing, the full yogic breathing in step ladder pattern. That is, both inhalation and exhalation will be in step ladder pattern. That is, with pauses in between inhalation and pauses in between exhalation. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോഴും പുറത്തേക്ക് വിടുമ്പോഴും ഇടയിൽ നിർത്തി നിർത്തി 4 ഘട്ടങ്ങളായി ഉള്ളിലേക്കും പുറത്തേക്കും എടുക്കുന്നു. Let us breathe in and out in 4 stages. Step ladder pattern, full yogic breathing. Sit straight, eyes closed. In, hold, in, hold, in, hold, in, hold. Yes, hold, yes, hold, yes, hold, yes, hold. In, hold, in, hold, in, hold, in, hold. Yes, hold, yes, hold, yes, hold, yes, hold. In, hold, in, hold, in, hold, in, hold. Yes, hold, yes, hold, yes, hold, yes, hold. In, hold,
in, hold, in, hold, in, hold, X, hold, X, hold, X, hold, X, hold, in, hold, in, hold, in, hold, in, hold, X, hold, X, hold, X, hold, X, hold, in, hold, in, hold, in, hold, in, hold, X, hold, X, hold, X, hold, X, hold, in, hold, in, hold, in, hold, in, hold, X, hold, X, hold, X, hold, X, hold, in, hold, in, hold, in, hold, in, hold, X, hold, X, hold, X, hold, X, hold. Slowly bring the breathing back to normal stage. സാധാരണഗതിയിലേക്ക് ശ്വസനം കൊണ്ടുവരിക. നാം ചെയ്ത സ്റ്റെപ്പ് ലാഡർ ബ്രീത്തിങ് ശരീരത്തിനും മനസ്സിനും വരുത്തിയ മാറ്റങ്ങൾ അനുഭവിച്ചറിയുക. Visualize the beautiful relaxation all over the body and mind following the step ladder breathing. Now we will go for the extended breathing. Let us practice in the full yogic breathing mode. One palm over the other palm. Now let us increase the count of inhalation from 4 to 8, and in the same way we will increase the count of exhalation also to 8. Then we will come back in the descending order to 4. Let us start. In, 2, 3, 4. X, 2, 3, 4. In, 2, 3, 4, 5. X, 2, 3, 4, 5. In, 2, 3, 4, 5, 6. X, 2, 3, 4, 5, 6. In, 2, 3, 4, 5, 6, 7. X, 2, 3, 4, 5, 6, 7. In, 2, 3, 4, 5, 6, 7, 8. X, 2, 3, 4, 5, 6, 7, 8. Now the descending order. In, 2, 3, 4, 5, 6, 7. X, 2, 3, 4, 5, 6, 7. In, 2, 3, 4, 5, 6. X, 2, 3, 4, 5, 6. In, 2, 3,
4, 5. X, 2, 3, 4, 5. In, 2, 3, 4. X, 2, 3, 4. Slowly bring the breathing back to normal stage. Sit straight, eyes closed. Feel the beautiful relaxation all over the body and mind, following the equalization of breathing. നാം ചെയ്ത അഭ്യാസം ശരീരത്തിലും മനസ്സിലും വരുത്തിയിരിക്കുന്ന സുഖകരങ്ങളായ മാറ്റങ്ങൾ അനുഭവിച്ചറിയുക. Now, let us go for the extension of exhalation. We will increase the count of breathing out. The inhalation will be kept at the count of 4, but will increase the exhalation, the breathing out from 4 to 8. Then we will come back from 8 to 4. Let us start now. Full yogic breathing. In, 2, 3, 4. X, 2, 3, 4. In, 2, 3, 4. X, 2, 3, 4, 5. In, 2, 3, 4. X, 2, 3, 4, 5, 6. In, 2, 3, 4. X, 2, 3, 4, 5, 6, 7. In, 2, 3, 4. X, 2, 3, 4, 5, 6, 7, 8. The descending order. In, 2, 3, 4. X, 2, 3, 4, 5, 6, 7. In, 2, 3, 4. X, 2, 3, 4, 5, 6. In, 2, 3, 4. X, 2, 3, 4, 5. In, 2, 3, 4. X, 2, 3, 4. Slowly bring the breathing back to normal stage. Visualize the beautiful changes all over the body and mind, following the extension of exhalation. നാം ചെയ്ത അഭ്യാസം മനസ്സിനും ശരീരത്തിനും വരുത്തിയിരിക്കുന്ന സുഖകരങ്ങളായ മാറ്റങ്ങൾ അനുഭവിച്ചറിയുക. Now, let us go for internal retention. ശ്വാസം ഉള്ളിൽ പിടിക്കുന്ന ഭാഗം കൂടി ചേർത്തുകൊണ്ട് let us repeat the breathing. That is 4 counts of inhalation, then 4 counts of internal retention of breath, followed by 4 counts of exhalation. 4 കൗണ്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നു, 4 കൗണ്ട് ഉള്ളിൽ നിലനിർത്തുന്നു, 4 കൗണ്ട് പുറത്തേക്ക്. Start now. Full yogic breathing itself. In, 2, 3, 4. Hold, 2, 3, 4. X, 2, 3, 4. In, 2, 3, 4.
hold, 2, 3, 4, yes, 2, 3, 4, in, 2, 3, 4, hold, 2, 3, 4, yes, 2, 3, 4, in, 2, 3, 4, hold, 2, 3, 4, yes, 2, 3, 4, in, 2, 3, 4, hold, 2, 3, 4, yes, 2, 3, 4. Breathing back to normal stage. Enjoy the state of relaxation. ശരീരത്തിൽ നിലനിൽക്കുന്ന സുഖകരമായ വിശ്രമാവസ്ഥ അനുഭവിച്ചറിയുക. മനസ്സും ശാന്തമാകുന്നു. The mind is also calming down. Now, let us go for the breathing in 4:8 pattern. That is 4 counts of inhalation, 4 counts of holding the breath. Then we will slowly increase the count of exhalation up to 8. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതും ഉള്ളിൽ നിലനിർത്തുന്നതും 4 കൗണ്ട് തന്നെ. പക്ഷേ പുറത്തേക്ക് വിടുന്നത് നമ്മൾ 8 വരെ കൂട്ടി പിന്നീട് തിരികെ 4ലേക്ക് എത്തുന്നു. Let us start now. Sit straight, eyes closed. In, 2, 3, 4, hold, 2, 3, 4, yes, 2, 3, 4, in, 2, 3, 4, hold, 2, 3, 4, yes, 2, 3, 4, 5, in, 2, 3, 4, hold, 2, 3, 4, yes, 2, 3, 4, 5, 6, in, 2, 3, 4, hold, 2, 3, 4, yes, 2, 3, 4, 5, 6, 7, in, 2, 3, 4, yes, 2, 3, 4, yes, 2, 3, 4, 5, 6, 7, 8, in, 2, 3, 4, hold, 2, 3, 4, yes, 2, 3, 4, 5, 6, 7, in, 2, 3, 4, yes, hold, 2, 3, 4, yes, 2, 3, 4, 5, 6, in, 2, 3, 4, hold, 2, 3, 4, yes, 2, 3, 4, 5, in, 2, 3, 4, hold, 2, 3, 4, yes, 2, 3, 4. Slowly bring the breathing back to normal stage. Feel the beautiful relaxation all over the body and mind following the breathing practices. നാം ചെയ്ത ശ്വസനക്രിയകൾ മനസ്സിനും ശരീരത്തിനും
വരുത്തിയിരിക്കുന്ന സുഖകരങ്ങളായ മാറ്റങ്ങൾ അനുഭവിച്ചറിഞ്ഞുകൊണ്ട് കണ്ണുകളടച്ച് ധ്യാനാവസ്ഥയിൽ നിലകൊള്ളുക. ശ്വസനഗതിയും ഹൃദയമിടിപ്പും മറ്റ് ശാരീരിക പ്രവർത്തനങ്ങളും എല്ലാം സ്വച്ഛമായിരിക്കുന്നു. The breathing rate is calmed down, the heart rate is calmed down, all the body functions are calmed down. മനസ്സ് നിശബ്ദമാകുന്നു. The mind is filled with silence. The beautiful silence inside the mind, inside the body. സുഖകരമായ നിശബ്ദത ശരീരത്തിലും മനസ്സിലും അനുഭവിച്ചറിയുക. Let a beautiful smile bloom on your face. സുന്ദരമായ ഒരു പുഞ്ചിരി മുഖത്ത് വിരിയട്ടെ. Now, repeat the commands in your mind. മനസ്സിൽ നിശബ്ദമായി ഇനി പറയുന്ന നിർദ്ദേശങ്ങൾ ഉരുവിടുക. I am completely healthy. I am filled with confidence. I am completely healthy. I am filled with confidence. I am completely healthy. I am filled with confidence. ഞാൻ പൂർണ്ണ ആരോഗ്യവാനാണ്. എന്നിൽ ആത്മവിശ്വാസം നിറയുന്നു. ഞാൻ പൂർണ്ണ ആരോഗ്യവാനാണ്. എന്നിൽ ആത്മവിശ്വാസം നിറയുന്നു. ഞാൻ പൂർണ്ണ ആരോഗ്യവാനാണ്. എന്നിൽ ആത്മവിശ്വാസം നിറയുന്നു. Repeat the commands to yourself in your mind. Do not part your lips. ചുണ്ടുകൾ അനക്കാതെ മനസ്സിൽ തന്നെ നിശബ്ദമായി ഈ സജഷൻസ് ആവർത്തിക്കുക. Now, absorb this silence, this confidence, this help into the deepest layers of your mind and heart. ഈ ഒരു ആരോഗ്യവും സന്തോഷവും മനസ്സിൻ്റെ ശരീരത്തിൻ്റെ അഗാധ തലങ്ങളിലേക്ക് ആഴങ്ങളിലേക്ക് സ്വാംശീകരിച്ചുകൊണ്ട് സ്വയത്തമാക്കിക്കൊണ്ട് വിശ്രമാവസ്ഥയെ തെല്ലുമുലയ്ക്കാതെ without disturbing your relaxation, slowly, very slowly open your eyes. കണ്ണുകൾ തുറക്കുക. ഇനി എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ palming. Let us do palming for 3 times. Rub your palms together. Apply the warmth all around the eyes 3 times. Repeat it for 3 times. 3 വട്ടം ഇത് ആവർത്തിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ അല്പം കൂടി അടുത്ത പടിയിലേക്ക് കടക്കുകയാണ് ചെയ്തത് അല്ലേ? അതായത് നമ്മൾ പൂർണ്ണ യൗകിക ശ്വസനം 1:1:2 എന്ന റേഷ്യോയിലേക്ക്, അതായത് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതും ശ്വാസം ഉള്ളിൽ പിടിക്കുന്നതും ഒരേ കൗണ്ടിലും പിന്നീട് ശ്വാസം പുറത്തേക്ക് വിടുന്നത് നമ്മൾ ഇരട്ടിയാക്കി എടുക്കുകയുമാണ് ചെയ്തത്. സോ വി ഡിഡ് ദ പ്രാക്ടീസ് as we did. Today we try to extend the exhalation while keeping the inhalation
and internal retention at count of 4, and we increased the acceleration part to 8. So please do practice the other techniques as well as the technique that we practiced today. And tomorrow the class will not be there, as you know. It is on Monday, Wednesday and Friday. So we will meet on Friday now. And if you have any doubts, please don't hesitate. You can call me. My number is given, my WhatsApp number, and preferably you can call me between 10 to 5, morning 10 o'clock and in the evening 5 o'clock, and to my mobile itself. And Facebook calls can be avoided, I think, because it is difficult to take the Facebook calls all the time, especially the video calls. So please do try to call to my personal number. Okay. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. യെസ് അജയ് ബാബു, യെസ് ഹായ്. ഇതിന് മുന്നേ I think someone had asked a doubt, and I'll clear in the Facebook post. I'll give you the reply, or else I'll message you my reply. Anyway, thank you, and hope you all enjoyed the session today. Okay, Lakshmi, yes, excellent session. Thank you. Okay, thank you, and thanks to everyone. And we will meet now on Friday. And one more request, like all the time, I request you, please do go to my YouTube channel and watch the previous sessions. And if you like my YouTube channel, please do like it. And also my personal page is there, Dr. Dinesh Karta. You can like it as well if you like. Okay, thank you.